രണ്ടാമത്തെ പ്രാവശ്യം കാണും. ഞാൻ നേരത്തെ കണ്ടു. ആക്ച്വലി സ്വാസു നമ്മളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഇറങ്ങിയപ്പോൾ തന്നെ പോയി കണ്ടു. പിന്നെ ഇങ്ങനൊരു ഷോ വെച്ചപ്പോഴത്തേക്കും അവളുടെ കൂടെ നിന്ന് കാണണം തോന്നി, അങ്ങനെ വന്നതാണ്. നല്ല മൂവി. ഡയറക്ഷൻ, അതിൻ്റെ ക്ലൈമാക്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്. ഞാൻ എന്തായാലും അത് റിവീൽ ചെയ്യുന്നില്ല. അതെല്ലാവരും പോയി കണ്ട് മസ്റ്റ് വാച്ച്, കണ്ടത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. സാധാരണ സിനിമയിൽ നിന്ന് കാണുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. എല്ലാവരും പ്രതീക്ഷിക്കും ഇപ്പം റെഡിയാവുന്നത്, പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എൻഡിങ് ആണ്. പിന്നെ ഒരു ഡയറക്ഷൻ ആവട്ടെ, മിസ്റ്റർ തമിഴരിശൻ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ട് എഡിറ്റിങ്, അതിൻ്റെ എല്ലാ ആക്ടിങ്, എല്ലാവരും അതിനകത്ത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. ഒരു അല്ല, നല്ലൊരു ആർട്ടിസ്റ്റാണ്, അടിപൊളി ആർട്ടിസ്റ്റാണ്. അതായത് സ്വാസികയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന പുള്ളിയുടെ കൂടെ നടക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം. അടിപൊളിയായിട്ട്, അഫ്കോഴ്സ് സ്വാസു അടിപൊളിയായിട്ട് സൂപ്പർബായിട്ടുണ്ട്. ഞാൻ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞിരുന്നു സൂപ്പർബായിട്ടുണ്ടെന്ന്. രണ്ടാമത് കണ്ടിട്ടും എനിക്കത് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നന്നായി പോയി. പിന്നെ കുറച്ച് ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊന്നും കൂടി നന്നായിട്ട് പോകും. അവരൊക്കെ പോകണം, നിങ്ങൾ അവരുടെ കൂടെ പോകും. എല്ലാവരും പോയി കാണുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. അടിപൊളി. താങ്ക് യു. സുന്ദരമായി ഇങ്ങനെ കയറിയാൽ തിരിച്ചു പോണ്ടേ. സ്വാസികയുടെ ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. സ്വാസിക എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയാണ്, കുഞ്ഞ് അനിയത്തി പോലെയാണ്. അപ്പോൾ ഒരു തമിഴ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സ്വാസികയ്ക്ക് പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അപ്പോൾ എനിക്കും ഭയങ്കര, ഞാൻ ഈഗറാണ്, എക്സൈറ്റഡ് ആണ് ഈ ഒരു മൂവി കാണാൻ. സ്വാസികയുടെ കൂടെ ഇരുന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വന്ന് നോക്കി. അതെ, അങ്ങനെയാണ്. സ്വാസികയുടെ മുഖം നോക്കുന്നത് എനിക്ക് നമ്മുടെ പഴയ ഒരു ഹീറോയിൻ ഉണ്ട്, എപ്പോഴും പറയുന്നത് പെട്ടെന്ന് ഞാനും പറഞ്ഞത് മീനാക്ഷി ശേഷാദ്രിയുടെ മാതിരി തന്നെ.